ഞാൻ 13 വർഷമായിട്ട് ദേവാലയ ശുശ്രൂഷയായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. ഒരു 5:15 ഇവിടെ വരും. വന്ന് പിന്നെ പള്ളി തുറന്ന് ലൈറ്റിട്ട് ഉണ്ണീശോയുടെ അടുത്ത് മാതാവിൻ്റെ അടുത്തും ഒന്നും പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് എൻ്റെ ശുശ്രൂഷകൾ പിന്നെ ആൾക്കാർ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടെല്ലാം കുർബാനയ്ക്കും അതുപോലെ ആരാധനയ്ക്കെല്ലാം ഒരുക്കി വെക്കും. കപ്പ്യാർ പണി വെച്ചാൽ എനിക്ക് എൻ്റെ ഞാൻ ഇത് ശുശ്രൂഷയ്ക്കാണ് 1ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത്. ബാക്കി ഓരോ എല്ലാം ബാക്കിയെല്ലാം അതിന് പിന്നെയാണ്. ഈ ഒരു കപ്പ്യാർ ശുശ്രൂഷയിലാണ് 1ാം സ്ഥാനം കൊടുക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു കാരണം ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണല്ലോ ദൈവം എനിക്ക് തന്നത്. എനിക്കൊരു ചിന്ത വന്നിട്ടുണ്ട്. ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം, ഈ ഇടവകയിൽ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ദൈവം എനിക്ക് ഒരുക്കി തന്നത്. അപ്പോൾ ഞാൻ എത്രത്തോളം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നോ അത്രത്തോളം അതിലുപരി ദൈവം എന്നെ പരിപാലിക്കുന്നു. അച്ഛന്മാരൊക്കെ എന്നോട് ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നീ ഔസേപ്പച്ചൻ മറ്റേ മാലാഖമാരുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം അതിനുള്ള വിശുദ്ധിയോടുകൂടി വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. എൻ്റെ പെരുമാറ്റം കണ്ടിട്ട് വേണം എൻ്റെ പിള്ളേർ ആൾത്താരപാലന്മാർ പിള്ളേർ അച്ഛനാകാനുള്ള പ്രചോദനം അവർക്കുണ്ടാകാൻ വേണ്ടി. അപ്പം നല്ല രീതിയിൽ അവരോട് പറഞ്ഞു കൊടുത്തിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. 15 ദിവസം കുടുംബം സംസാരിക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. 15 ദിവസം കുടുംബം ഞാനത് ചെയ്യുന്നുണ്ട്. 15 പൊക്കം സംസാരിക്കുന്നുണ്ട്. അപ്പം ജീവിതത്തിൽ വിശുദ്ധി വേണമെന്ന് പറഞ്ഞാൽ 15 ദിവസം കുടുംബം ഞാൻ സംസാരിക്കും. പൂർണ്ണതയുടെ പിന്നെ അച്ഛന്മാർ തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കണം അവസാനിപ്പിച്ചാൽ ഒത്തിരി പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. അച്ഛന്മാർ പറയുന്നുണ്ട് ഒത്തിരി പ്രാർത്ഥിക്കണം. പിന്നെ ഈ മറ്റേ മകനെ കർത്തശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പം പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളാന്ന് പറഞ്ഞാൽ അച്ഛൻ ആ വചനം പിന്നെ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ. കാരണം നമ്മുടെ ശുശ്രൂഷയായതിൻ്റെ പേരിൽ പിന്നെ അവന് ഒത്തിരി പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. അത് ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. അച്ഛന്മാരോട് വിഷമം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു അച്ഛനുമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടായിട്ട് അച്ഛനെന്നെ ഒത്തിരി ഞാൻ വേണ്ടി ഇട്ടച്ച് പോകാനൊക്കെ തുടങ്ങിയതാണ്. എനിക്ക് പറ്റിയില്ല, അച്ഛനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയില്ലാണ്ട്. പക്ഷെ അതെനിക്കൊരു അനുഗ്രഹമായിട്ട് പിന്നെ മാറിയത്. അച്ഛൻ പറഞ്ഞു തരുമ്പോൾ എനിക്കൊരു അതെൻ്റെ അഹങ്കാരം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനത് എനിക്കെല്ലാം അറിയാവുന്നുള്ളൊരു തോന്നലായിരുന്നു. പക്ഷെ അച്ഛനത് എല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്കത് പിന്നെ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറി. അതെല്ലാം എല്ലാ ജോലിയും ചെയ്യാനും അത് എല്ലാം അതിൻ്റെ ആ ഭംഗിയായിട്ട് ചെയ്യാൻ അതൊരു ദൈവം ഒരു കൃപയാക്കിയിട്ട് മാറ്റി തന്നു. അത് വലിയൊരു അനുഭവം തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ. അച്ഛനോട് എനിക്ക് അന്ന് നീരസമായിരുന്നു. പക്ഷേ അത് അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ അതെനിക്കത് എൻ്റെ ജീവിതത്തിൽ അത് കൃപയായിട്ട് മാറിയത്. എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യാൻ. അച്ഛനതിപ്പം എൻ്റെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അച്ഛൻ എൻ്റെ നേരെ നോക്കുമ്പോൾ തന്നെ എനിക്ക് അന്നേരം അത് അറിയാം. ഇന്ന ആവശ്യത്തിന് അച്ഛൻ എന്നെ നോക്കിയെന്നും അത് ഇന്ന ആവശ്യം ഇന്നത് കൊണ്ടുതരാനാണെന്നും അന്നേരം അറിയാതെ അന്നേരം എടുത്തുകൊണ്ട് കൊടുക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാതെ തന്നെ ഇങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു പോവുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ ഭയങ്കര ഇടപെടലാണ് എൻ്റെ ജീവിതത്തിൽ. ഞാനിപ്പം ഒരു കാര്യവും എനിക്കിപ്പം ഞാൻ 1ാം സ്ഥാനം കൊടുക്കുന്നത് ദേവാലയത്തിൽ എൻ്റെ ശുശ്രൂഷയ്ക്കാണ് കൊടുക്കുന്നത്. എൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തരും. ഞാനിപ്പം എന്നതായാലും അത് ദൈവം എന്നെ മുൻകൂട്ടി അത് പ്ലാൻ ചെയ്ത പോലെ ദൈവം എന്നെ ആ വഴിയിൽ കൊണ്ട് എത്തിക്കുകയാണ്. ദൈവം അത്ര കാലം അനുവദിക്കുന്നു അത്രയും കാലം, അതാണ് ഞാൻ പറയുന്നത്. ദൈവം ഇത്രയും കാലം അനുവദിക്കുന്നു അത്രയും കാലം പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം.
12 വർഷമായി തുടങ്ങിയിട്ട്. അച്ഛൻ ഇവിടെ പള്ളിയിലിരുന്ന് അച്ഛൻ പറഞ്ഞു ഒരു ഓസ്തി ഉണ്ടാകാൻ തുടങ്ങാൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ പള്ളിയിലോട്ട് വേറെ എങ്ങൊന്നും വാങ്ങിക്കണ്ടല്ലോ, നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയപ്പം മറ്റുള്ള പള്ളിയൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ ഒരു 10-12 പള്ളി കൊടുക്കുന്നുണ്ട്. ഉണ്ടാക്കാനും അടിക്കാനും പെറുക്കാനും ഇങ്ങനെ കൂടിലാക്കാനും ഒക്കെ എല്ലാവരും കൂടും. 12 മണിക്ക് തുടങ്ങിയാൽ 3 മണി വരെ ഞാൻ ഉണ്ടാക്കും. പിന്നെ ബ്രദർ വരും ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാനിങ്ങ് ഇറങ്ങിപ്പോരും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5 മണിയാകുമ്പം പുള്ളി പള്ളി പോകും. അന്നേരം ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങും. അതൊരു 8 മണി വരെ ഉണ്ടാക്കും. നമ്മളെങ്ങും പോയി പഠിച്ചില്ല. ഇങ്ങനെ ആദ്യം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഇച്ചിരിയൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊട്ടിപ്പോവുകയും നമുക്കറിയത്തില്ലാത്തതുകൊണ്ടേ പിന്നെ നമ്മൾ ഒരു ഉണ്ടാക്കുന്നവരോട് വിളിച്ചു വെച്ചും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കി പഠിക്കണമെന്ന്. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി. നമുക്കിത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു എന്തെല്ലാം വിഷമങ്ങളുണ്ടെങ്കിലും നമ്മളിതുണ്ടാക്കി ആ വിഷമമൊന്നും അറിയുകയില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് വേറൊരു വിഷമങ്ങളൊന്നുമില്ല. ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ നമുക്ക് നല്ല അനുഭവങ്ങളൊക്കെയാണ്. ഒരു ദിവസം ചെല്ലുമ്പോഴത്തേക്ക് ഒരെണ്ണം എടുക്കാറാവും ഒഴിക്കുന്നത്. നമ്മളന്നേരം മറ്റുള്ളതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ഇത് ചെല്ലിക്കൊണ്ടല്ലേ, കൊന്തയല്ലേ കയ്യിലിരിക്കും. പിന്നെ കണ്ടിക്കുമ്പോഴല്ലേ ഈ കൊന്ത കയ്യിലാണ്. ഇത് ഇങ്ങനെ സൈഡ് കണ്ടിക്കുമ്പോൾ ഉണ്ടാക്കുമ്പോഴല്ല. അതുകൊണ്ട് നമ്മൾ അതേപ്പറ്റി ചിന്തിച്ച് ഇത് എടുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതെന്നല്ലാണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത്. ഗോതമ്പ് വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിടും. ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കിടക്കണം. അത് കഴിഞ്ഞ് അത് നമ്മൾ വാരിയെടുത്തിട്ട് ആട്ടും. കുറേശ്ശെ ആട്ടിയെടുക്കും. ആട്ടിക്കൊണ്ട് അവിടെ ആടിക്കിടക്കും. ഞാനത് അരിക്കും. തീരുന്ന വരെ അങ്ങനെ അരിച്ചെടുത്ത് പിന്നെ അത് വെള്ളം ഒഴിച്ച് വേണം അത് ശരിയാക്കാൻ. വെള്ളം ഒഴിച്ചിടണം. അതവിടെ ഒരു 3-5-8 മണിക്കൂർ ഇടും വെള്ളത്തിൽ. മാവേ അരിച്ചെടുത്തിട്ട് 5-8 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് പിന്നെ അത് തെളിയുമ്പോൾ അത് ഊറ്റിയെടുത്തിൻ്റെ 100 മാത്രം എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. അതൊരു 3-4 മണിക്കൂർ നേരം ഫ്രിഡ്ജിലിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഉടനെ അത് തടി പോലെ ഇരിക്കും. അത് കുറേശ്ശെ 2 ദിവസം കൊണ്ട് അത് ഉണ്ടാക്കി തീർക്കും. അതിന് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് കുറുകിയല്ലേ ഇരിക്കുന്നത്. അത് പിന്നെ വെള്ളം ഒഴിച്ച് അതിൻ്റെ കണക്കിന് വെള്ളം ഒഴിച്ചെടുത്ത് ഉണ്ടാക്കി എടുക്കുക. അതൊരു പിന്നെ രാത്രിയിൽ വൈകിട്ട് ഒരു 7 മണിക്ക് തുടങ്ങിയാൽ നേരം വെളുത്ത് 7 മണിയാകുമ്പോഴേ തീരുള്ളൂ. 10-25 കിലോ ആട്ടും. അതൊരു 7 കിലോയ്ക്ക് ആട്ടിയെടുത്ത് നമ്മൾ അടിച്ച് വരുമ്പോൾ ഒരു 7 കിലോ ഉണ്ട്. ആട്ടുമ്പോഴും പ്രാർത്ഥനയുണ്ട്. പിന്നെ എടുക്കുമ്പോഴൊക്കെ ഇച്ചിരി ഒക്കെ കുഴപ്പങ്ങൾ വരും പ്രാർത്ഥനയ്ക്കേ. പിന്നെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ഉണക്ക് പ്രാർത്ഥിക്കുന്നത്. അത് 12 മണിക്ക് ഉണ്ടാക്കാൻ തുടങ്ങും. രാത്രിയിൽ നേരം ഒരു 3:30 വരെ ഉണ്ടാക്കും. അത് അത്രയും നേരം കൊന്തയില്ല. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണേച്ചു കുമ്പിടുന്നു.
നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ദിവസത്തെ അത്രയും പള്ളിയിലെ ആൾക്കാർ പിന്നെ പുറത്തുനിന്ന് പിന്നെ ദുബായ്ക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം അവിടെ ഉള്ളവരുമൊക്കെ ഈശോയെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ വ്യവസ്ഥയാണല്ലോ എന്നുള്ള നമുക്കൊരു സന്തോഷം. അത്രയും പേര് സ്വീകരിക്കുന്നതല്ലേ. എല്ലാം കൊണ്ടും നമുക്കൊരു ഇതുണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഈശോയെ സ്വീകരിക്കുന്ന അല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാം കൊണ്ടും ഒരു സന്തോഷവും സംതൃപ്തിയും. നമുക്കതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടല്ലോ. ഈശോയുടെ ഈ ശരീരം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മറ്റേ നമ്മൾ ചുമ്മാ സാധാരണയല്ലേ, എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഈശോ അതിൻ്റെ അകത്ത് വരുമല്ലോ, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ, എന്നാൽ നമുക്കൊരു സന്തോഷം. ആയിരത്തി 1985 ഞാൻ പുല്ലിരാമ്പാറ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് ആ കാലത്ത് റോസ് വെല്ലാമ്മയായിരുന്നു പ്രൊൻഷാളമ്മ വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ ആൾക്കാരല്ലേ, പള്ളി സാധനങ്ങളൊക്കെ തയ്ക്കുന്ന ഒരു സെൻറ്റർ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, വെർജിന് തുടങ്ങാൻ സഹായിക്കാമോ എന്ന് ചോദിച്ചു. അന്നേരം ഒരു അമ്മ ഉണ്ടായിരുന്നു, മക്രീന അമ്മ എന്നും പറഞ്ഞ്, പ്രായമുള്ള ഒരമ്മ. ആ അമ്മ കൊച്ചിലൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്കൊന്നും അറിയാൻ മേലാതില്ല. ഞാൻ ആശുപത്രിയിൽ നിന്ന് കയറി വരുന്നല്ലേ, എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ അങ്ങനെ ഓരോരുത്തരുടെ സഹായം കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മെഷീൻ ചവിട്ടാൻ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. വീട്ടിൽ മെഷീൻ ഉണ്ടായിരുന്നത് കൊണ്ട് മടത്തി വന്നപ്പം തയ്ക്കാൻ അറിയാമായിരുന്നു. ഉടുപ്പൊക്കെ തയ്ക്കുമ്പോൾ നീറ്റായിട്ട് തയ്ക്കുമായിരുന്നു. അതുകൊണ്ടാണ് അമ്മ ഇതിനെന്നെ സെലക്ട് ചെയ്തത്. വെള്ളപ്പള്ളി അതിൻ്റെ കാപ്പ റിപ്പയർ ചെയ്യാൻ തന്നു. സംഗതി അതിൻ്റെ ഈ ലൈനിങ് മുഴുവനും ചെളി പിടിച്ചിട്ടും പോയി. അന്ന് ഇതിൻ്റെ അകത്തൊരു ലൈനിങ് വെക്കും. ആ കരയില്ലേ പുറമേ ഒരു പൂവൊക്കെ ഉള്ളത്, ആ കരയുടെ അകത്ത് വശത്ത് അത് തയ്ച്ചതിൻ്റെ എല്ലാം കാണാതിരിക്കാൻ വേണ്ടി അകത്ത് വശത്ത് ഒരു ലൈനിങ് വെക്കും. ആ ലൈനിങ് തുണി കാപ്പയുടെ അത്രയും നല്ലതായിരിക്കും. പിന്നെ അത് ദേഹത്ത് കൊണ്ടുവരയുന്നിടം ആയതുകൊണ്ട് ചെളിയെല്ലാം പിടിക്കും. പെടലിയെല്ലാം കൊണ്ടുവരയുന്നുണ്ട്.
അന്നേരം അത് വലഞ്ഞ് കീറി. അത് പിന്നെ അഴിച്ച് എല്ലാം മാറ്റി പുതിയ എന്നിട്ട് പുത്തൻ കാപ്പയൊക്കെ പല ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് പിതാവ് കൊണ്ടുപോയി. എന്നുമ്പോൾ വെറുതെ ഇച്ചിരിയൊക്കെ വല്ലതും തയ്ക്കാൻ അറിയാമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കാപ്പയായിട്ട് ബന്ധപ്പെട്ട് ആദ്യം ചെയ്തത് അതാണ്. ഇപ്പോഴാണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊക്കെ ധരിക്കുക എംബ്രോയിഡറി 2 ദിവസം കൊണ്ട് തീരും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൈ കൊണ്ട് ഓരോ പാറ്റിനും വെട്ടി ഒട്ടിച്ച് തയ്ച്ച് ഒക്കെ ഒരു 3-4 ദിവസം എടുക്കുമായിരുന്നു. ജപമാല ചെല്ലുമ്പം ചിലപ്പോൾ എണ്ണം തെറ്റിപ്പോകും. അന്നേരം ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ചെല്ലുന്നത് കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്ര, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു, ദൈവമേ അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഒരു പ്രാർത്ഥന ഞാൻ ഏതും ചെയ്യുമ്പം ചെല്ലും. അന്നേരം എണ്ണം തെറ്റിയാലും എനിക്ക് പ്രശ്നമില്ല. കൊന്തയൊക്കെ ചെല്ലുവാൻ ആദ്യം എല്ലാവരും കൂടെ കൂടി ചെല്ലും. തന്നെ ചെല്ലുമ്പോൾ എണ്ണമൊക്കെ ചിലപ്പം തെറ്റിപ്പോകും. ചെല്ലിയത് തന്നെ പിന്നെ ചെല്ലും. ഇത് എപ്പോഴും ചെല്ലിക്കൊണ്ടിരിക്കും. അന്നേരം ഇതിന് എണ്ണം തെറ്റിയാലും എനിക്ക് പ്രശ്നമില്ല. ഈശോയുടെ വസ്ത്രമാണല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ട്. പിന്നെ അമ്മ ആദ്യം പറഞ്ഞായിരുന്നു നമ്മൾ ആരാധനക്കാരല്ലേ, അന്നേരം ഇതിന് നമ്മൾ കടപ്പെടുന്ന ഒരു വ്യക്തികളാണെന്നുള്ളൊരു ഉള്ളിലൊരു ബോധ്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സന്തോഷം. അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലെ ജോലിയും വിട്ടിട്ട് ഞാനിവിടെ വരും. ആ ജോലി എനിക്ക് സന്തോഷമുള്ള ജോലിയായിരുന്നു, രോഗികളുമായിട്ടൊക്കെ ഇടപെടുന്നത്. അന്നേരം അമ്മ പറഞ്ഞ് ഞാനിത് വന്നു, അത് വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതല്ലേ. അന്നേരം ഇതിൽ സന്തോഷമുള്ളത് കൊണ്ട് ഞാൻ പോകുന്നതാണ്. ഇത്ര നാളും വെറുതെ പോയില്ലല്ലോ, ഒരു തമ്പുരാന് വേണ്ടി ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഒരുപാട് വർഷത്തെ സ്വപ്നമായിരുന്നു പൗരോഹിത്യം എന്ന് പറയുന്നത്. സെമിനാരി കാലത്ത് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ സെമിനാരി പഠനകാലത്ത് തിയോളജിയും ഫിലോസഫിയൊക്കെ പഠിക്കുമ്പോൾ ഈ പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു സംഗതി, അത് നമ്മളിങ്ങനെ എല്ലാവരും കുതിക്കുന്ന ഒരു സംഭവമാണ് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത്. ഞാനും അത് കുതിച്ച് സെമിനാരിയിലെത്തി. അപ്പോൾ ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, അച്ഛന്മാരെല്ലാം വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം ഒരിക്കൽ എനിക്കും ഇങ്ങനൊരു വിശുദ്ധ ബലി അർപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു വലിയ ഉറച്ച ബോധ്യം. അതിനായിട്ട് സ്ഥിരം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വിശുദ്ധ ബലിയിലൊക്കെ. ഇപ്പോൾ അച്ഛനായി കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം ഈശോയെ കയ്യിലെടുക്കാനായിട്ട് മറ്റാരേക്കാളും വലിയൊരു അവസരമാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ മറ്റൊരു ക്രിസ്തുവായിട്ട് ജീവിക്കാനായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. വിശുദ്ധ കുർബാനയുടെ അപ്പവും വീഞ്ഞും ഉയർത്തുന്ന ആ സമയം, അത് വളരെ സന്തോഷമുള്ളൊരു സമയമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം വളരെ പ്രാർത്ഥനയോടെ ഞാൻ ചെയ്യുന്നൊരു ഭാഗമാണത്. കാരണം അത്രയും നേരം അപ്പവും വീഞ്ഞും എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. എൻ്റെ കരങ്ങൾ വഴിയായിട്ട്, ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥന വഴിയായിട്ട് യഥാർത്ഥമായ ക്രിസ്തുവായി തീരുകയാണ്. അപ്പവും ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായിട്ട് അത് മാറുകയാണ്. വെറും അപ്പവും വീഞ്ഞും എൻ്റെ കരങ്ങളിലൂടെ. അപ്പം ആ ഒരു പ്രാർത്ഥന വളരെ സന്തോഷത്തോടെ ഞാൻ അർപ്പിക്കുന്നു, വളരെ ഭക്തിയോടെ അർപ്പിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോഴും എല്ലാവരും വിശ്വസിക്കുന്നു, നമ്മളെല്ലാം വിശ്വസിക്കുന്നൊരു കാര്യമാണ്, വൈദികൻ്റെ കരങ്ങളിലൂടെ ഈശോയുടെ തിരുശരീരം തിരുരക്തവുമായി മാറുന്നു.
അപ്പം ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസം എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് അർപ്പിക്കാനായിട്ട്, അത് ഭക്തിയോടെ അർപ്പിക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥനുമാണ്. അപ്പോൾ വളരെ സന്തോഷമാണ് ആ ഒരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ക്രിസ്തുവിനെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു, ക്രിസ്തുവിനെ എൻ്റെ കയ്യിലേക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതാണ് പൗരോഹിത്യത്തിൽ എന്നെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. ആ തിരുവസ്ത്രം അണിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ലോകത്തിൻ്റെ ആ ഒരു ലോകത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറുകയാണ്, ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുകയാണ്. തിരുവസ്ത്രം അണിഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വെറുതെ പോയി കുർബാന ചെല്ലാം, പക്ഷേ തിരുവസ്ത്രം അണിഞ്ഞ് ഒരു കുർബാന ചെല്ലുന്ന കഴിയുമ്പോൾ ഈശോയെ രാജകീയ ഒരു പൗരോഹിത്യത്തിലേക്ക് നമ്മളും ആയിത്തീരുകയാണ്. കാപ്പ അണിയുമ്പോൾ നമ്മൾ നീതിയുടെ വസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ക്രിസ്തു നീതിക്ക് വേണ്ടി പോരാടിയവനാണ്. അപ്പോൾ നീതിയുടെ വസ്ത്രം ധരിക്കുമ്പോൾ യഥാർത്ഥമായ ക്രിസ്തുവിനെ, നീതിയോടെ ജീവിച്ച, നീതിക്ക് വേണ്ടി പ്രവർത്തിച്ച ആ ക്രിസ്തുവിനെ ഞാൻ ധരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമാണ് വിശുദ്ധ തിരുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ. അപ്പോൾ ഓരോ വസ്ത്രത്തിനും, ഓരോ അണിയുന്ന ഒരു തിരുവസ്ത്രങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട്. അത് ശുദ്ധതയുടെ അടയാളമായിട്ടാണ് ആ തിരുവസ്ത്രങ്ങളൊക്കെ അണിയുന്നത്. അപ്പം ഈശോ ശുദ്ധതയ്ക്ക് വേണ്ടി ജീവിച്ചൊരു വ്യക്തി, വിശുദ്ധിയോടെ ജീവിച്ചൊരു വ്യക്തി. അപ്പം വിശുദ്ധിയോടെ ബലി അർപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ആ ഒരു തിരുവസ്ത്രം അണിയുന്നതിലൂടെ. പെസഹാളിലെ ആത്മബലി, ഗാഗുൽത്തായിലെ രക്തബലി, രക്ഷകനേശുവിൻ സ്നേഹബലി, അർപ്പിതമാകുമി ദിവ്യബലി. പെസഹാളിലെ ആത്മബലി, ഗാഗുൽത്തായിലെ രക്തബലി, രക്ഷകനേശുവിൻ സ്നേഹബലി, അർപ്പിതമാകുമി ദിവ്യബലി. ഒന്നു ചേരാം നമുക്ക്